ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന ശാസ്ത്രത്തിന്റെ 2ാമത്തെ പാഠമാണ്. ആസിഡുകളും ബേസുകളും എന്നാണ് ഈ പാഠത്തിന്റെ പേര്. ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തു നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 7ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ എല്ലാം വീഡിയോസ്, ഹിന്ദി ഒഴികെയുള്ള എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ലഭ്യമാണ്. ഇനി അടിസ്ഥാന ശാസ്ത്രത്തിന്റെ ക്ലാസ്സുകൾ മാത്രം മതിയെങ്കിൽ STD7 ബേസിക് സയൻസ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കുക. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പാഠം തുടങ്ങുന്ന സമയത്ത് നോക്കൂ, ഒരു കുട്ടിയും ടീച്ചറും അവിടെ ഒരു പ്രവർത്തനം ചെയ്യുന്നുണ്ട്. കുട്ടികൾ അത് ശ്രദ്ധിച്ച് കാണുന്നുണ്ട്. അവിടെ അതിന് താഴെയായിട്ട് ആ കുട്ടിയുടെ ഒരു ഡയറി കുറിപ്പ് തന്നിട്ടുണ്ട്. 3/7/2024 ബുധൻ. കുട്ടികളിൽ കൗതുകമുണർത്തുന്ന എന്തെങ്കിലും ശാസ്ത്ര പരീക്ഷണവുമായാണ് സയൻസ് ടീച്ചർ മിക്ക ദിവസങ്ങളിലും ക്ലാസ്സിൽ വരുന്നത്. സുതാര്യമായ 2 ഗ്ലാസ് ടംബ്ലറുമായാണ് ഇന്ന് ടീച്ചർ ക്ലാസ്സിലെത്തിയത്. ഒരു ടംബ്ലറിൽ പിങ്ക് നിറമുള്ള ഒരു ദ്രാവകം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ടംബ്ലർ ഒഴിഞ്ഞതായിരുന്നു. 2 ടംബ്ലറും ടീച്ചർ മേശപ്പുറത്ത് വെച്ചു. ആദ്യത്തെ ടംബ്ലറിലെ പിങ്ക് നിറമുള്ള ദ്രാവകം ഒഴിഞ്ഞ ഗ്ലാസ് ടംബ്ലറിലേക്ക് പകരാൻ ടീച്ചർ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ടീച്ചർ പറഞ്ഞതുപോലെ ചെയ്തു. പിന്നീട് നടന്നത് അത്ഭുതമായിരുന്നു. രണ്ടാമത്തെ ടംബ്ലറിലേക്ക് പകർത്തിയ ആ പിങ്ക് ദ്രാവകം മഞ്ഞ നിറമായി മാറി. നല്ലൊരു മാജിക് കണ്ട ത്രില്ലിലായിരുന്നു ഞങ്ങൾ. ജിനുവിന്റെ ഡയറി കുറിപ്പ് വായിച്ചല്ലോ. ജിനുവിന്റെ ക്ലാസ്സിൽ ടീച്ചർ നടത്തിയ പരീക്ഷണത്തിന്റെ രഹസ്യം എന്തായിരിക്കാം? അത് കണ്ടുപിടിക്കാൻ ചില സാമഗ്രികൾ ആവശ്യമാണ്. അവ നമുക്ക് ശാസ്ത്രത്തിൽ നിന്ന് എടുക്കാം. അപ്പൊ ശാസ്ത്ര കിറ്റിൽ എന്തൊക്കെയാണ്? ശാസ്ത്ര പരീക്ഷണങ്ങൾ ചെയ്യാൻ ആവശ്യമായ പല സാമഗ്രികളും നിങ്ങൾക്ക് വീട്ടിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും ശേഖരിക്കാനാകും. അവ ശേഖരിച്ചു വെക്കുന്ന കിറ്റാണ് ശാസ്ത്ര കിറ്റ്. സുതാര്യമായ ഗ്ലാസ് ടംബ്ലറുകൾ, പതിമുഖം ഇട്ട് തിളപ്പിച്ച പിങ്ക് നിറമുള്ള വെള്ളം, വിനാഗിരി, പുളിവെള്ളം, നാരങ്ങ നീര്, ഉപ്പ്, ചാരം, ചുണ്ണാമ്പ്, അപ്പക്കാരം, മോര് തുടങ്ങിയ വസ്തുക്കളാണ് ഈ യൂണിറ്റിലെ പരീക്ഷണങ്ങൾ ചെയ്യാനായി ശാസ്ത്ര കിറ്റിൽ കരുതേണ്ടത്. ഓരോ യൂണിറ്റ് പഠിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടത്താൻ ആവശ്യമായ സാമഗ്രികൾ ശേഖരിച്ച് നിങ്ങൾക്ക് കിറ്റ് വിപുലപ്പെടുത്താം. അപ്പൊ മക്കളെല്ലാവരും തന്നെ ശാസ്ത്ര കിറ്റ് തയ്യാറാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ശാസ്ത്ര കിറ്റിൽ നിങ്ങൾ കരുതി വെച്ച ഗ്ലാസ് ടംബ്ലറുകൾ ഡെസ്കിൽ നിരത്തി വെക്കൂ. വിനാഗിരി, പുളിവെള്ളം, ഉപ്പ് ലായനി, ചാരം കലക്കിയ വെള്ളം, നാരങ്ങ നീര്, അപ്പക്കാര ലായനി എന്നിവ പ്രത്യേകം ഗ്ലാസുകളിൽ 2-3 തുള്ളി വീതം ചേർക്കൂ. ഓരോന്നിലേക്കും 1/2 ഗ്ലാസ് വീതം പതിമുഖ വെള്ളം ഒഴിക്കൂ. ഏതെങ്കിലും ടംബ്ലറിലെ വെള്ളത്തിന് മഞ്ഞ നിറം ലഭിച്ചോ? നിങ്ങളുടെ നിരീക്ഷണം എന്താണ്? ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. ലഭിക്കും. നാരങ്ങ നീരിലും വിനാഗിരിയിലും പുളിവെള്ളത്തിലൊക്കെ നമുക്ക് മഞ്ഞ നിറമാവാനായിട്ട് സാധ്യതയുള്ളവയാണ്. ജിനുവിന്റെ ഡയറിയിൽ പരാമർശിച്ച പിങ്ക് ദ്രാവകം എന്തായിരിക്കുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താണ്? പതിമുഖ ലായനിയാണ് അല്ലെ. ജിനുവിന്റെ ഡയറിയിൽ പരാമർശിച്ച പരീക്ഷണത്തിൽ മഞ്ഞ നിറം ലഭിക്കാനായി 2ാമത്തെ ഗ്ലാസ്സിൽ ടീച്ചർ ചേർത്തിരിക്കാൻ സാധ്യതയുള്ള പദാർത്ഥങ്ങൾ താഴെ കൊടുത്തവയിൽ ഏതെല്ലാം ആവാം? നിങ്ങൾ ചെയ്ത പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അനുയോജ്യമായവയ്ക്ക് നേരെ ടിക്ക് രേഖപ്പെടുത്തൂ. നാരങ്ങ നീര്, വിനാഗിരി, പുളിവെള്ളം തുടങ്ങിയവ ടിക്ക് രേഖപ്പെടുത്തുക. പതിമുഖ വെള്ളത്തിന്റെ നിറം മഞ്ഞയാക്കിയ പദാർത്ഥങ്ങൾക്ക് രുചിയിൽ എന്തെങ്കിലും പൊതു സ്വഭാവമുണ്ടോ? ഉണ്ട്. ഇവയ്ക്കെല്ലാം പുളിരുചിയാണ് അല്ലെ. നാരങ്ങ നീരിനും വിനാഗിരിക്കും പുളിവെള്ളത്തിനൊക്കെ എന്താണ്? പുളിരുചിയാണ്. അവയെല്ലാം പുളിരുചിയുള്ളവയാണല്ലോ. ചില ആസിഡുകൾ അടങ്ങിയത് കൊണ്ടാണ് അവയ്ക്ക് പുളിരുചിയുള്ളത്. ആസിഡുകളുടെ പ്രത്യേകതകൾ അറിയാൻ ചില പരീക്ഷണങ്ങൾ കൂടി നമുക്ക് ചെയ്യാം. എല്ലാവരുടെയും ഗ്ലാസ് ടംബ്ലറുകൾ ഡെസ്കിൽ നിരത്തി വെക്കുക. ഒരു ഗ്ലാസ്സിൽ ഒരു ദ്രാവകം എന്ന ക്രമത്തിൽ താഴെ പറയുന്ന ദ്രാവകങ്ങൾ ഗ്ലാസിന്റെ പകുതി ഭാഗം വരെ ഒഴിക്കൂ. എന്തൊക്കെയാ ഒഴിക്കേണ്ടത്? സോപ്പ് വെള്ളം, നാരങ്ങ നീര്, തെളിഞ്ഞ അപ്പക്കാര ലായനി, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, വിനാഗിരി, മോര്, പുളിവെള്ളം, തെളിഞ്ഞ ചാരവെള്ളം. ഇത്രയും ഒഴിക്കണം. അപ്പൊ അതിനു മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ലിറ്റ്മസ് പേപ്പർ എന്താണെന്ന് നമുക്ക് നോക്കാം. മരങ്ങളിലും പാറകളിലും മറ്റും പറ്റിപ്പിടിച്ചു വളരുന്ന സസ്യവിഭാഗമായ ചിലയിനം ലൈക്കണുകളുടെ സത്തിൽ നിന്ന് നിർമ്മിക്കുന്ന ചായമാണ് ലിറ്റ്മസ്. ഇത് നിറമാറ്റം വഴി പദാർത്ഥങ്ങളുടെ സ്വഭാവം തിരിച്ചറിയാൻ സഹായിക്കുന്നു. ലൈക്കണുകളുടെ സത്ത് കടലാസിൽ പുരട്ടി ലിറ്റ്മസ് പേപ്പറും വെള്ളത്തിൽ ലയിപ്പിച്ച് ലിറ്റ്മസ് ലായനിയും ഉണ്ടാക്കുന്നു. നീല, ചുവപ്പ് നിറത്തിലുള്ള ലിറ്റ്മസ് പേപ്പറുകളും ലായനികളും സ്കൂൾ ലബോറട്ടറികളിൽ ലഭ്യമാണ്. ഇനി നമുക്ക് പരീക്ഷണത്തിലേക്ക് തിരിച്ചു വരാം. അപ്പൊ പറഞ്ഞിരിക്കുന്ന വസ്തുക്കളെല്ലാം, അതായത് സോപ്പുകളോ നാരങ്ങാനീരും തെളിഞ്ഞ അപ്പക്കാര ലായനിയും അവിടെ പരാമർശിച്ച ദ്രാവകങ്ങളെല്ലാം നിങ്ങൾ ഗ്ലാസ്സിൽ എടുത്തു വെക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? സ്കൂൾ ലബോറട്ടറിയിൽ നിന്ന് നീല, ചുവപ്പ് ലിറ്റ്മസ് പേപ്പറുകൾ എടുത്തു വെക്കുക. ഈ ദ്രാവകങ്ങളിൽ അവ മുക്കി നോക്കുക. അതായത് ഓരോ ദ്രാവകങ്ങളിലും, ഓരോ ടംബ്ലറുകളിൽ ഒഴിച്ച ഓരോ ദ്രാവകങ്ങളിലും നിങ്ങൾ ഈ ലിറ്റ്മസ് പേപ്പർ മുക്കി നോക്കുക. നിങ്ങളുടെ നിരീക്ഷണം ശാസ്ത്ര പുസ്തകത്തിൽ പട്ടികപ്പെടുത്തൂ.
പട്ടിക നോക്കൂ മക്കളെ. ദ്രാവകം, അതിന്റെ നിരീക്ഷണ ഫലം, അതായത് നീല ലിറ്റ്മസിനെ മാറ്റുന്നുണ്ടോ, നിറം മാറ്റുന്നുണ്ടോ, ചുവപ്പ് ലിറ്റ്മസിനെ നിറം മാറ്റുന്നുണ്ടോ തുടങ്ങിയവയാണ് നോക്കുന്നത്. ആദ്യത്തേത് വിനാഗിരി. വിനാഗിരിയെ നമ്മളിൽ നീല ലിറ്റ്മസ് കൊണ്ട് വിനാഗിരിയിൽ മുക്കുന്ന സമയത്ത് നീല ലിറ്റ്മസ് ചുവപ്പ് നിറമാകുന്നു. ചുവപ്പ് ലിറ്റ്മസ് ആണെങ്കിൽ നിറം മാറ്റമൊന്നും വരുന്നില്ല, ചുവപ്പ് തന്നെയാണ്. നാരങ്ങ നീരാണെങ്കിൽ നീല ലിറ്റ്മസിനെ നമ്മൾ മുക്കുമ്പോൾ ചുവപ്പാവുന്നു, ചുവപ്പ് ലിറ്റ്മസിനെ മുക്കുമ്പോൾ നിറം മാറ്റമില്ല. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം എടുക്കുക, അത് നീല ലിറ്റ്മസിനെ മുക്കുമ്പോൾ നീല നിറമാണ്, ചുവപ്പ് ലിറ്റ്മസിൽ മുക്കുമ്പോൾ ചുവപ്പ് നീലയായിട്ട് മാറുന്നുണ്ട്. ഇനി സോപ്പ് വെള്ളം നീല ലിറ്റ്മസിൽ മുക്കുന്ന സമയത്ത്, നീല ലിറ്റ്മസ് കൊണ്ട് മുക്കുന്ന സമയത്ത് നീല തന്നെയാണ്, ചുവന്ന ലിറ്റ്മസ് കൊണ്ട് മുക്കുമ്പോൾ അത് നീലയായിട്ട് മാറുന്നുണ്ട്. തെളിഞ്ഞ അപ്പക്കാര ലായനി നീല ലിറ്റ്മസ് കൊണ്ട് മുക്കുമ്പോൾ നീല തന്നെയാണ്, ചുവപ്പ് ലിറ്റ്മസിൽ മുക്കുമ്പോൾ അത് നീലയായി മാറുന്നു. ഏതെല്ലാം ദ്രാവകങ്ങളാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കിയത്? നാരങ്ങ നീര്, വിനാഗിരി, മോര്, പുളിവെള്ളം തുടങ്ങിയവയാണ്. അതായത് പുളിയുള്ള ദ്രാവകങ്ങളാണ്. ഏതെല്ലാം ദ്രാവകങ്ങളാണ് ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കി മാറ്റിയത്? തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, സോപ്പ് വെള്ളം, തെളിഞ്ഞ അപ്പക്കാര ലായനി, തെളിഞ്ഞ ചാരവെള്ളം തുടങ്ങിയവയാണ്. അപ്പൊ നമുക്ക് പദാർത്ഥങ്ങൾ രണ്ട് തരത്തിലുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ലേ? അതാണ് ആസിഡുകളും ബേസുകളും. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ആസിഡുകളാണ്, ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങൾ ബേസുകളാണ്. നിങ്ങൾ പരീക്ഷിച്ച ദ്രാവകങ്ങളെ ആസിഡുകൾ, ബേസുകൾ എന്നിങ്ങനെ തരംതിരിച്ച് ശാസ്ത്രപുസ്തകത്തിൽ പട്ടികപ്പെടുത്തൂ. വിനാഗിരി, നാരങ്ങ നീര്, മോര്, പുളിവെള്ളം ഇതൊക്കെ ആസിഡുകളിൽ ഉൾപ്പെടുത്താം. അതുപോലെ അപ്പക്കാര ലായനി, ചാരവെള്ളം, പിന്നെ അതുപോലെ ചുണ്ണാമ്പ് കലക്കിയ വെള്ളം, ഇതൊക്കെ നിങ്ങൾക്ക് ബേസുകളിൽ ഉൾപ്പെടുത്താം. ലിറ്റ്മസിന് ഒരു പകരക്കാരൻ. ഒരു വെള്ളക്കടലാസിന്റെ ഇരുവശത്തും ചുവന്ന ചെമ്പരത്തി പൂവ് നന്നായി ഉരച്ചു പിടിപ്പിക്കുക. പേപ്പറിന്റെ നിറം ഇപ്പോൾ എന്താണ്? ഏകദേശം ഒരു നീല നിറത്തോട് അടുപ്പിച്ചായിരിക്കും ഉണ്ടായിരിക്കുക. ഈ പേപ്പർ ഉണക്കിയെടുത്ത് മുറിച്ച് നീല ലിറ്റ്മസ് പേപ്പറിന് പകരം ഉപയോഗിക്കാം. ഇത് ആസിഡ് സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ മുക്കി നോക്കൂ. അങ്ങനെ മുക്കി നോക്കുമ്പോൾ നമുക്ക് അത് ചുവപ്പ് നിറമായി മാറുന്നത് കാണാം. പേപ്പറിന്റെ നിറം മാറിയില്ലേ? യെസ്, ചുവപ്പായിട്ട് മാറും. ഇങ്ങനെ ചുവപ്പായി മാറിയ പേപ്പർ ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിന് പകരമായും ഉപയോഗിക്കാം. അതായത് ആ ചുവപ്പ് പേപ്പർ നിങ്ങൾ ഉണക്കിയെടുത്താൽ അത് ചുവപ്പ് പേപ്പർ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ബേസുകളെ കണ്ടുപിടിക്കാനായിട്ടും സാധിക്കും. ഈ പേപ്പർ ശാസ്ത്ര കിറ്റിലെ ദ്രാവകങ്ങളിൽ പരീക്ഷിച്ചു നോക്കൂ. നിങ്ങളുടെ കണ്ടെത്തലുകൾ ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. മക്കൾ ഇത് ചെയ്തു നോക്കുക. കാരണം നമുക്ക് ചെമ്പരത്തിപ്പൂ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അത് കൊണ്ട് അതുപോലെ വെള്ളക്കടലാസും നിങ്ങൾക്ക് കിട്ടും അല്ലെ? അപ്പോ അങ്ങനെ കുറച്ച് നീല ലിറ്റ്മസും ചുവപ്പ് ലിറ്റ്മസും ഒക്കെ ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കുക. സൂചകങ്ങൾ. നിറമാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകമാണ്. അത് ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു സൂചകത്തിന്റെ പേര് എഴുതുക എന്ന് പറഞ്ഞാൽ എന്താ? ലിറ്റ്മസ് പേപ്പർ കേട്ടോ. ഇത് കൂടാതെ ലബോറട്ടറി സൂചകങ്ങളും വേറെയുണ്ട്. നിങ്ങൾ പരിചയപ്പെട്ട നീല, ചുവപ്പ് ലിറ്റ്മസ് പേപ്പറുകൾക്ക് പുറമെ ലബോറട്ടറിയിൽ സാധാരണ ഉപയോഗിക്കുന്ന രണ്ട് സൂചകങ്ങളാണ് ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചും. ഫിനോഫ്താലിന്റെ 2-3 തുള്ളികൾ നാം പരിചയപ്പെട്ട ആസിഡ്, ബേസ് സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ ചേർത്ത് നിറമാറ്റം നിരീക്ഷിക്കൂ. ഇതുപോലെ മീഥൈൽ ഓറഞ്ചിന്റെ 2-3 തുള്ളികളും ഈ ദ്രാവകങ്ങളിൽ ചേർത്ത് നോക്കൂ. നിറം മാറ്റം പട്ടികപ്പെടുത്തൂ. നമുക്കിവിടെ പരീക്ഷിച്ച ദ്രാവകവും പിന്നെ അതിലെ ഫിനോഫ്താലിനും മീഥൈൽ ഓറഞ്ചും രണ്ടിലും മുക്കുമ്പോഴുള്ള നിറം മാറ്റം എങ്ങനെ, അതും നമുക്ക് എഴുതി കൊടുക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് വിനാഗിരി നമ്മൾ ഫിനോഫ്താലിനിൽ ഒഴിക്കുമ്പോൾ അതിന് നിറമാറ്റം ഒന്നും കാണില്ല. പിന്നെ മീഥൈൽ ഓറഞ്ചിലാണെങ്കിൽ അതൊരു ഇളം പിങ്ക് നിറമായിട്ട് മാറും. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളമാണെങ്കിൽ ഫിനോഫ്താലിൻ ഒഴിക്കുമ്പോൾ പിങ്ക് നിറമാവും, മീഥൈൽ ഓറഞ്ചിലാണെങ്കിൽ ഇളം മഞ്ഞ നിറമാവും. നാരങ്ങ നീര് ഫിനോഫ്താലിനാണെങ്കിൽ നിറമാറ്റം ഒന്നും ഉണ്ടാവില്ല, മീഥൈൽ ഓറഞ്ച് ആണെങ്കിൽ ഇളം പിങ്ക് നിറമാവും. സോപ്പ് വെള്ളം ഫിനോഫ്താലിനാണെങ്കിൽ പിങ്ക് നിറവും, മീഥൈൽ ഓറഞ്ചിലാണെങ്കിൽ ഇളം മഞ്ഞ നിറവുമായിരിക്കും. തെളിഞ്ഞ അപ്പക്കാര ലായനി ഫിനോഫ്താലിന് പിങ്ക് നിറവും, മീഥൈൽ ഓറഞ്ചിന് ഇളം മഞ്ഞ നിറവുമായിരിക്കും. ഇതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം? അതിനുള്ള ചോദ്യങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. ഏതൊക്കെ വസ്തുക്കളാണ് ആസിഡിന്റെ സൂചകങ്ങളായി ഉപയോഗിക്കാവുന്നത്? അതായത് ആസിഡ് തിരിച്ചറിയാൻ സഹായിക്കുന്ന വസ്തുക്കൾ നീല ലിറ്റ്മസ് പേപ്പറും അതുപോലെ മീഥൈൽ ഓറഞ്ചും. പിന്നെ ബേസിന്റെ സൂചകങ്ങളായി ഉപയോഗിക്കാവുന്ന ഏതെല്ലാം? ചുവന്ന ലിറ്റ്മസ് പേപ്പറും ഫിനോഫ്താലിനും. ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുമെന്നും ബേസുകൾ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുമെന്നും നിങ്ങൾ തിരിച്ചറിഞ്ഞുവല്ലോ. അവയ്ക്ക് മറ്റെന്തെങ്കിലും പൊതു സ്വഭാവമുണ്ടോ? ഒരുപാടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വിനാഗിരി, നാരങ്ങ നീര്, മോര്, പുളി എന്നിവയുടെ രുചി എന്താണ്? പുളിയാണ്. കുളിക്കുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ വായിൽ സോപ്പിന്റെ അംശം കലർന്നു കാണുമല്ലോ. സോപ്പിന്റെ രുചി എന്താണ്? കാര രുചിയാണ്. സോപ്പ്, അപ്പക്കാരം എന്നിവയുടെ രുചി ഒരേപോലെയാണ്. ഇവയ്ക്ക് കാര രുചിയാണ്. ബേസ് സ്വഭാവമുള്ള ഒരു പദാർത്ഥമാണ് സോപ്പ്. എല്ലാ ആസിഡുകൾക്കും പുളിരുചിയാണ് ഉള്ളത്. എല്ലാ ബേസുകൾക്കും കാരരുചിയാണ് ഉള്ളത്.
ശാസ്ത്രകിറ്റിലെ ഓരോ ദ്രാവകങ്ങളിലും ചിത്രത്തിൽ കാണുന്നത് പോലെ കൈവിരലുകൾ മുക്കി കൂട്ടിയുറച്ചു നോക്കൂ. ഏതെല്ലാം ദ്രാവകങ്ങൾക്കാണ് വഴുവഴുപ്പ് അനുഭവപ്പെടുന്നതെന്ന് ലിസ്റ്റ് ചെയ്യൂ. സോപ്പ് വെള്ളം, അപ്പക്കാരലായനി, അതുപോലെ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, തെളിഞ്ഞ ചാരവെള്ളം, ഇതിനെല്ലാം വഴുവഴുപ്പുള്ളതായിട്ട് നമുക്ക് കാണാം. ഇനി എന്താണ് സാർവിക സൂചകങ്ങൾ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പണ്ട് സാർവിക ലായനി എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? സാർവിക ലായനി എന്താണ്? വെള്ളമാണ്. ഒരേ സമയം ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് സാർവിക സൂചകം. പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതമാണ് ഇത്. ഇതിന്റെ ഏതാനും തുള്ളി ആസിഡുകളിലോ ബേസുകളിലോ ചേർക്കുമ്പോൾ അവയുടെ സ്വഭാവവും തീവ്രതയും അനുസരിച്ച് പല നിറങ്ങൾ ലഭിക്കുന്നു. കുപ്പിക്ക് പുറത്തുള്ള കളർ ചാർട്ടുമായി താരതമ്യം ചെയ്ത് ദ്രാവകത്തിന്റെ സ്വഭാവവും തീവ്രതയും കണ്ടെത്താം. ആസിഡുകളുടെയും ബേസുകളുടെയും പൊതു സവിശേഷതകൾ നിങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. അവ പട്ടികപ്പെടുത്തൂ. നമുക്ക് ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്. ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു, ബേസുകൾ വഴുവഴുപ്പുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തേത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം ആസിഡുകളുടേത് നോക്കാം. ആസിഡുകൾക്ക് പുളിരുചിയാണ്, ബേസുകൾക്ക് കാരരുചിയാണ്. ആസിഡ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു, ബേസുകൾ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നു. പിന്നെ ബേസുകളുടെ മറ്റൊരു പ്രത്യേകത, അവയ്ക്ക് വഴുവഴുപ്പുണ്ട്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നവ അഥവാ ആസിഡുകൾ. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന ചില പദാർത്ഥങ്ങൾ നിങ്ങൾ പരീക്ഷിച്ചു കണ്ടെത്തിയല്ലോ. താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കാൻ കഴിയുന്നവ ഏതെല്ലാമാണെന്ന് അവ കണ്ടെത്തി എഴുതൂ. ഓറഞ്ച് നീര്, കഞ്ഞിവെള്ളം, കട്ടൻ ചായ, ഇരുമ്പൻ പുളിനീര്, മുന്തിരി നീര്, തക്കാളി നീര്, തേങ്ങാവെള്ളം. ഇതിൽ ഓറഞ്ച് നീര്, ഇരുമ്പൻ പുളിനീര്, മുന്തിരി നീര്, തക്കാളി നീര് എന്നിവ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കാൻ കഴിയുന്നവയാണ്. കാരണം ഇവയ്ക്കൊക്കെ പുളിരുചിയാണുള്ളത്. അപ്പൊ ഇവയിലൊക്കെ ആസിഡ് അടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇരുമ്പൻ പുളിയുടെ ചിത്രം നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. പല നാട്ടിലും ഇത് പല പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇനി പേരിന് പിന്നിൽ പുളിരുചി എന്നതിന് ലാറ്റിൻ ഭാഷയിൽ ആസിഡസ് എന്നാണ് പറയുക. ഇതിൽ നിന്നാണ് ആസിഡ് എന്ന പദം ഉണ്ടായത്. നിങ്ങളോട് അവിടെ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്ന ദ്രാവകങ്ങൾ, അതിനുള്ള കാരണം അങ്ങനെ ഒരു പട്ടിക പൂരിപ്പിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. അതിനുള്ള കാരണം എന്താണ്? അതിന് പുളിരുചിയുണ്ട് അല്ലെ? സ്വാഭാവികമായിട്ട് പെട്ടെന്ന് കിട്ടുന്ന കാരണമാണ്. അതിനൊരു പുളിരുചിയുണ്ട്, അതാണ് കാരണം. ഭക്ഷ്യവസ്തുക്കളിലെ ആസിഡുകൾ. പുളിരുചിയുള്ള ഭക്ഷ്യവസ്തുക്കളിലെല്ലാം ചില ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു. മിക്ക പഴങ്ങളിലും ഒന്നിലധികം ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഭക്ഷ്യവസ്തുക്കളിൽ പ്രധാനമായി അടങ്ങിയിട്ടുള്ള ചില ആസിഡുകൾ നമുക്ക് പരിചയപ്പെടാം. മോര്, തൈര് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. വിനാഗിരിയിൽ അസറ്റിക് ആസിഡ്, നാരങ്ങയിൽ സിട്രിക് ആസിഡ്, വാളൻപുളിയിൽ ടാർട്ടാറിക് ആസിഡ്, ആപ്പിളിൽ മാലിക് ആസിഡ്, നെല്ലിക്കയിൽ അസ്കോർബിക് ആസിഡ്, തക്കാളിയിൽ ഓക്സാലിക് ആസിഡ്. നെല്ലിക്കയിലും ആസിഡ്. നെല്ലിക്കയിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. വിറ്റാമിൻ സി എന്നത് അസ്കോർബിക് ആസിഡ് ആണ്. ഇതിന്റെ സാന്നിധ്യമാണ് നെല്ലിക്കയ്ക്ക് പുളിരുചി നൽകുന്നത്. പാല് തൈരാകുമ്പോൾ. പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഭക്ഷ്യോൽപ്പന്നമാണ് തൈര്. തൈരിന് പുളിരുചി ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ്? പുളിരുചി ആസിഡിന്റെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നറിയാമല്ലോ. പാല് തൈരാകുമ്പോൾ എങ്ങനെയാണ് അതിന് ആസിഡ് സ്വഭാവം വരുന്നത്? പാലിനെ തൈരാക്കി മാറ്റാൻ തിളപ്പിച്ചാറിയ പാലിൽ അല്പം തൈര് അഥവാ ഉറ ഒഴിക്കാറില്ലേ? തൈരിൽ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. ഇവ പാലിൽ നിന്ന് പോഷണം നടത്തുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡാണ് തൈരിന് പുളിരുചി നൽകുന്നത്. ലാക്ടോബാസിലസ് ബാക്ടീരിയയുടെ ചിത്രം നമുക്കവിടെ തന്നിട്ടുണ്ട്. ലബോറട്ടറികളിലെ ആസിഡുകളും ബേസുകളും. ഭക്ഷ്യവസ്തുക്കളെ അടങ്ങിയ ആസിഡുകൾ വീര്യം കുറഞ്ഞവയാണ്. എന്നാൽ ലബോറട്ടറികളിൽ സാധാരണ ഉപയോഗിക്കുന്ന ചില ആസിഡുകളും ബേസുകളും വീര്യം കൂടിയവയാണ്. ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ചില ആസിഡുകളെയും ബേസുകളെയും ഇനി നമുക്ക് പരിചയപ്പെടാം. ആദ്യം ആസിഡുകൾ നോക്കൂ. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസിറ്റിക് ആസിഡ്. ബേസുകൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് അഥവാ ചുണ്ണാമ്പ്, സോഡിയം ഹൈഡ്രോക്സൈഡ് അഥവാ കാസ്റ്റിക് സോഡ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അഥവാ കാസ്റ്റിക് പൊട്ടാഷ്. ആസിഡ് വീണ് കണ്ണിന് പരിക്കേറ്റു. ഒരു പത്ര കട്ടിംഗ് ആണ് തന്നിട്ടുള്ളത്. ആനക്കയം. ആസിഡ് തെറിച്ചു വീണ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിക്ക് കണ്ണിന് പൊള്ളലേറ്റു. റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്ന ഫോർമിക് ആസിഡിന്റെ ടിൻ തുറന്നപ്പോഴായിരുന്നു അപകടം. വാർത്ത ശ്രദ്ധിച്ചല്ലോ. രാസവസ്തുക്കൾ പലതും അപകടകാരികളാണ്. എങ്കിലും വിവിധ വ്യാവസായിക ആവശ്യങ്ങൾക്കും പരീക്ഷണ ആവശ്യങ്ങൾക്കും അവ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ അപകടങ്ങൾ ഒഴിവാക്കാൻ നാം എന്തെല്ലാം ശ്രദ്ധിക്കണം? ശരീരഭാഗങ്ങളിൽ വീഴാതെ നോക്കണം. കൈകൊണ്ട് തൊടരുത്. മണത്തു നോക്കാൻ പാടില്ല. രുചിച്ചു നോക്കരുത്. കുപ്പിയിൽ നിന്ന് എടുക്കാൻ ഡ്രോപ്പർ ഉപയോഗിക്കണം. ടെസ്റ്റ് ട്യൂബ് പിടിക്കാൻ ഹോൾഡർ ഉപയോഗിക്കണം.
ആസിഡ് വീണാൽ വീര്യം കൂടിയ ആസിഡുകൾക്ക് ജലാംശം വലിച്ചെടുക്കാനും താപം പുറത്തുവിടാനും കഴിവുണ്ട്. അവ ശരീരത്തിൽ വീണാൽ പൊള്ളലുണ്ടാകുന്നു. പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കുറെ സമയം ഒഴിക്കുകയാണ് ഇതിനുള്ള പ്രഥമ ശുശ്രൂഷ. പൊള്ളൽ ഗുരുതരമാണെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകണം. നമ്മൾ ഒരുപാട് ഇക്കാലത്ത് ആസിഡ് അറ്റാക്കുകളെ കുറിച്ചൊക്കെ പത്രങ്ങളിൽ വായിക്കാറുണ്ട് അല്ലെ? അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആസിഡുകൾക്ക് ജലാംശം വലിച്ചെടുക്കാനും താപം പുറത്തുവിടാനുമുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് പൊള്ളലേൽക്കുന്നത്. ഉറുമ്പ് കടിക്കുമ്പോൾ ഉറുമ്പിന്റെ ശരീരത്തിൽ ഫോർമിക് ആസിഡ് ഉണ്ട്. ഉറുമ്പ് കടിക്കുമ്പോൾ ഈ ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇത് ശരീരകോശങ്ങളുമായി പ്രവർത്തിക്കുന്നതാണ് ഉറുമ്പ് കടിക്കുമ്പോഴുള്ള വേദനയ്ക്ക് കാരണം. വീട്ടിൽ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ആസിഡുകളും ബേസുകളും ഉപയോഗിച്ചാണല്ലോ നിങ്ങൾ ഇതുവരെ പരീക്ഷണങ്ങൾ ചെയ്തത്. ഇനി ലബോറട്ടറിയിലുള്ള ചില ആസിഡുകളും ബേസുകളും നേർപ്പിച്ച് പരീക്ഷണങ്ങൾ നടത്താം. ഏതെല്ലാം ആസിഡുകളും ബേസുകളും എടുക്കാം? നമ്മൾ നേരത്തെ കുറച്ച് ആസിഡുകളുടെയും ബേസുകളുടെയും പേരുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് എടുക്കാം. അതായത് അതെല്ലാം നേർപ്പിച്ച് വേണം എടുക്കാനായിട്ട്. വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കണം. ഏതൊക്കെ സൂചകങ്ങൾ എടുക്കും? നിങ്ങൾക്ക് വേണമെങ്കിൽ ലിറ്റ്മസ് പേപ്പർ എടുക്കാം, അല്ലെങ്കിൽ മീഥൈൽ ഓറഞ്ചോ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഫിനോഫ്തലിനോ എടുക്കാം. ആസിഡുകളും ബേസുകളും വെവ്വേറെ ടെസ്റ്റ് ട്യൂബുകളിൽ എടുത്ത് അവയിൽ വിവിധ സൂചകങ്ങൾ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന നിറം മാറ്റം നിരീക്ഷിച്ച് പട്ടികപ്പെടുത്തൂ. നമുക്കിവിടെ ഓരോ സൂചകത്തിലും എങ്ങനെയാണ് മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലിൻ, നീല ലിറ്റ്മസ്, ചുവപ്പ് ലിറ്റ്മസ് അത്രയും തന്നിട്ടുണ്ട്. പിന്നെ ഈ സൂചകങ്ങൾ ചേർത്ത് നമ്മൾ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്കും സൾഫ്യൂരിക് ആസിഡിലേക്കും സോഡിയം ഹൈഡ്രോക്സൈഡിലേക്കും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലേക്കും മിക്സ് ചെയ്യുമ്പോൾ അതിന് എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് ആ സൂചകങ്ങൾ ചേർത്തപ്പോൾ ഉണ്ടാകുന്ന നിറം മാറ്റം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേബിളാണ് തന്നിരിക്കുന്നത്. ആദ്യത്തേത് മീഥൈൽ ഓറഞ്ച് ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് ചേർക്കുമ്പോൾ ഇളം പിങ്ക് അല്ലെങ്കിൽ ഇളം ചുവപ്പ് വരുന്നു. സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ ഇളം പിങ്ക്, സൾഫ്യൂരിക്കിലേക്ക് മീഥൈൽ ഓറഞ്ച് ചേർക്കുമ്പോഴും ഇളം പിങ്ക് അല്ലെങ്കിൽ ഇളം ചുവപ്പ്. സോഡിയം ഹൈഡ്രോക്സൈഡിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ ഇളം മഞ്ഞയാണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലേക്കും ഇളം മഞ്ഞ. ഫിനോഫ്താലിന് ഹൈഡ്രോക്ലോറിക്കിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ നിറവ്യത്യാസമില്ല. സൾഫ്യൂരിക് ആസിഡിലേക്കും നിറവ്യത്യാസമില്ല. സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും പിങ്ക് നിറമാവും. നീല ലിറ്റ്മസ് പേപ്പർ ഹൈഡ്രോക്ലോറിക് ആസിഡിലും സൾഫ്യൂരിക് ആസിഡിലും നമ്മൾ എന്താ പറയുക മുക്കുന്ന സമയത്ത് ചുവപ്പ് നിറത്തിലായിരിക്കും. സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലേക്കും നമ്മൾ മുക്കുന്ന സമയത്ത് നിറവ്യത്യാസം ഉണ്ടാവില്ല. ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ ഹൈഡ്രോക്ലോറിക് ആസിഡിലും സൾഫ്യൂരിക് ആസിഡിലും നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിറവ്യത്യാസമില്ല. സോഡിയം ഹൈഡ്രോക്സൈഡിലും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലും നമ്മൾ നോക്കുമ്പോൾ എന്താണ് സൂചകങ്ങൾ ചേർക്കുന്ന സമയത്ത് നീല നിറമായിട്ട് മാറുന്നുണ്ട്. ശരീരത്തിനുള്ളിലും ആസിഡോ? നാം കഴിക്കുന്ന ആഹാരത്തിന്റെ ദഹനത്തെ സഹായിക്കാനായി ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ചിലരിൽ ഇതിന്റെ ഉൽപാദനം കൂടുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് അസിഡിറ്റി. ആമാശയത്തിനുള്ളിലെ നീറ്റൽ, നെഞ്ചരിച്ചിൽ, പുളിച്ചു തികട്ടൽ, മലബന്ധം എന്നിവ അസിഡിറ്റിയുടെ ലക്ഷണങ്ങളാണ്. ആസിഡിനെ നിർവീര്യമാക്കുന്ന ആന്റാസിഡുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളാണ് ഡോക്ടർമാർ ഇതിന് പരിഹാരമായി നിർദ്ദേശിക്കുന്നത്. ആസിഡും ലോഹങ്ങളും. ആസിഡുകളുടെ രണ്ട് സവിശേഷതകളാണ് നിങ്ങൾ ഇതിനകം തിരിച്ചറിഞ്ഞത്. മറ്റൊരു സവിശേഷത കൂടി നമുക്ക് പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്താം. മഗ്നീഷ്യം റിബൺ വായുവിൽ കത്തിക്കുന്ന പരീക്ഷണം മുൻ ക്ലാസ്സിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇരുമ്പ്, ചെമ്പ് എന്നിവ പോലെ മറ്റൊരു ലോഹമാണ് മഗ്നീഷ്യം. ഒരു ടെസ്റ്റ് ട്യൂബിൽ കാൽഭാഗം വിനാഗിരി, അതായത് വിനാഗിരിയിലുള്ള ആസിഡ് അസറ്റിക് ആസിഡ് ആണ് അല്ലെ, നേർപ്പിച്ച അസറ്റിക് ആസിഡ് ആണ്, അതെടുക്കുക. അതിലേക്ക് മഗ്നീഷ്യം റിബണിന്റെ 3-4 ചെറു കഷ്ണങ്ങൾ ഇട്ടു നോക്കൂ. നിങ്ങളുടെ നിരീക്ഷണം കുറിക്കൂ. ടെസ്റ്റ് ട്യൂബിന്റെ വായ്ഭാഗം പെരുവിരൽ കൊണ്ട് അല്പസമയം അടച്ചു പിടിച്ചു നോക്കൂ. എന്താണ് അനുഭവപ്പെടുന്നത്? അപ്പൊ നമുക്ക് അതിന്റെ നിരീക്ഷണവും അതിനുള്ള നിഗമനവും എന്താണെന്ന് നോക്കാം. നിറമില്ലാത്തതും മണമില്ലാത്തതുമായ ഒരു വാതകം ടെസ്റ്റ് ട്യൂബിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാം. നിഗമനം എന്താണ് ഇതിന്? അസറ്റിക് ആസിഡ് മഗ്നീഷ്യവുമായി പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു എന്നതാണ് ഇതിന്റെ നിഗമനം. കുമിളകളായി ഉയർന്നു വന്ന് നിങ്ങളുടെ പെരുവിരലിൽ തള്ളൽ ഉണ്ടാക്കുന്ന വാതകം ഏതാണ്? നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ ആണ്. ഇതറിയാൻ ഒരു പരീക്ഷണം കൂടി ചെയ്തു നോക്കാം. ടെസ്റ്റ് ട്യൂബ് അല്പം ചരിച്ചു പിടിക്കുക. കത്തുന്നൊരു തീപ്പെട്ടിക്കൊള്ളി ടെസ്റ്റ് ട്യൂബിന്റെ വായ്ഭാഗത്ത് കൊണ്ടുവന്ന ശേഷം വിരൽ മാറ്റൂ. എന്താണ് നിങ്ങളുടെ നിരീക്ഷണം? ഒരു ചെറു ശബ്ദത്തോട് കൂടിയിട്ട് ആ തീപ്പെട്ടി തീ കത്തുന്നതായിട്ട് നമുക്ക് കാണാം. ആസിഡ് ലോഹമായി പ്രവർത്തിച്ചപ്പോൾ ഒരു വാതകം ഉണ്ടായല്ലോ. ഉണ്ടായ വാതകം ഏതാണ്? നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ. ഹൈഡ്രജൻ കത്തുന്ന വാതകമായതുകൊണ്ടാണ് കേട്ടോ അവിടെ തീപ്പെട്ടിക്കൊള്ളി ആളി കത്തിയത്. തീ കാണിച്ചപ്പോൾ ചെറു ശബ്ദത്തോടെ കത്തിയ ഈ വാതകം ഹൈഡ്രജൻ ആണ്. മറ്റു ലോഹങ്ങളും ആസിഡുകളും ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിച്ചാൽ ഇതേ ഫലം തന്നെ ലഭിക്കുമോ? ലഭിക്കും. കണ്ടെത്താം. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഹൈഡ്രജൻ അവിടെ ഉണ്ടാവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും.
ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഇനി ഹൈഡ്രജൻ എന്താണെന്ന് അവിടെ തന്നിട്ടുണ്ട് നോക്കൂ. ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ. അതിനാൽ ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ ഉയർന്നു പൊങ്ങും. റോക്കറ്റുകളിൽ ഇന്ധനമായി ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളും ഇന്ന് നിലവിലുണ്ട്. 2023 സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ പരീക്ഷണാർത്ഥം ഒരു ഹൈഡ്രജൻ ബസ് നിരത്തിലിറങ്ങിക്കഴിഞ്ഞു. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന പദത്തിന്റെ അർത്ഥം. ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ ജലമുണ്ടാകും. അതാണ് H2O അല്ലെ. ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആക്കാം. ഭാവിയുടെ ഊർജ വാഗ്ദാനമാണ് ഹൈഡ്രജൻ. ആസിഡുകളുടെ പൊതു സ്വഭാവങ്ങൾ. ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളിൽ നിന്നും ആസിഡുകളുടെ എന്തെല്ലാം പൊതു സ്വഭാവങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞു? ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. പുളിരുചിയുണ്ട്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആസിഡുകളുടെ പൊതു സ്വഭാവമായിട്ട് പഠിച്ചത്. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന സന്ദർഭങ്ങളുടെ കാരണം വിശദീകരിക്കാമോ? അച്ചാറുകൾ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങൾ ഉപയോഗിക്കാറില്ല. കാരണം അച്ചാറിൽ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുന്നു. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് അച്ചാറുകൾ സാധാരണയായി ഗ്ലാസ് ജാറുകളിലാണ് സൂക്ഷിക്കുന്നത്. 2. തൈര്, മോര് ഇവ ചേർത്ത കറികൾ ഉണ്ടാക്കാൻ മൺപാത്രങ്ങളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. കാരണം തൈരിലും മോരിലും ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ലാക്റ്റിക് ആസിഡ് ലോഹപാത്രങ്ങളുമായി പ്രവർത്തിച്ച് ലോഹനാശനത്തിന് കാരണമാകുന്നു. ഇത്തരം ഭക്ഷണങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനാൽ തൈരും മോരും ചേർത്ത വിഭവങ്ങൾ പാകം ചെയ്യാൻ മൺപാത്രങ്ങളാണ് അനുയോജ്യം. ആസിഡുകളുടെ ഉപയോഗങ്ങൾ. വിനാഗിരി ആസിഡ് സ്വഭാവമുള്ള ഒരു പദാർത്ഥമാണെന്ന് നിങ്ങൾക്കറിയാം. എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് വിനാഗിരി വീട്ടിൽ ഉപയോഗിക്കുന്നത്? ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്, അച്ചാറുകളിൽ. പിന്നെ പാചക ആവശ്യങ്ങൾക്ക്, ഭക്ഷ്യ സംസ്കരണത്തിന്, കാർപ്പറ്റ്, അപ്ഹോൾസ്റ്ററി മുതലായവയിൽ നിന്ന് കറകൾ നീക്കം ചെയ്യാൻ, പശകളെ ലയിപ്പിച്ച് ലേബലുകളും സ്റ്റിക്കറുകളും നീക്കം ചെയ്യാൻ, ഇതിനെല്ലാം നമ്മൾ വിനാഗിരി ഉപയോഗിക്കുന്നുണ്ട്. ഫോർമിക് ആസിഡിന്റെ ഉപയോഗം നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ചില ആസിഡുകളും അവയുടെ ഉപയോഗങ്ങളും താഴെ പട്ടികയായി നൽകിയിരിക്കുന്നു. വിട്ടുപോയ ഭാഗങ്ങൾ ചേർത്ത് പട്ടിക പൂരിപ്പിക്കുക. ആദ്യത്തേത് അസറ്റിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡ് നമ്മൾ ഉപയോഗിക്കുന്നത് അച്ചാറുകളിൽ, പാചക ആവശ്യങ്ങൾക്ക്, പിന്നെ ഭക്ഷ്യ സംസ്കരണത്തിന്. പിന്നെ ഫോർമിക് ആസിഡ് നമ്മൾ ഉപയോഗിക്കുന്നത് റബ്ബർ പാൽ കട്ടിയാക്കുന്നതിനാണ്. പിന്നെ അടുത്തത് സിട്രിക് ആസിഡ്, അത് പാനീയങ്ങൾ ഉണ്ടാക്കാനാണ്. സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിലും രാസവള നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു. നൈട്രിക് ആസിഡ് രാസവളം, പെയിന്റ്, ചായങ്ങൾ എന്നിവ നിർമ്മിക്കാനാണ്. ടാനിക് ആസിഡ് തുകൽ, മഷി എന്നിവ നിർമ്മിക്കാൻ. കാർബോണിക് ആസിഡ് സോഡയിലും ശീതളപാനീയങ്ങളിലും ഉപയോഗിക്കുന്നു. ഇത്രയാണ് നമ്മൾ ആസിഡുകളെ കുറിച്ച് നോക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് ബേസുകളിലേക്ക് വരാം. ബേസുകളുടെ ഉപയോഗങ്ങൾ നമുക്ക് ഇവിടെ ഒരു പട്ടികയിൽ തന്നിട്ടുണ്ട്. നോക്കൂ, ആദ്യത്തേത് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അതിന്റെ ഉപയോഗം ഗ്ലാസ് നിർമ്മാണം, മണ്ണിന്റെ അസിഡിറ്റി കുറയ്ക്കാൻ തുടങ്ങിയവയാണ്. പിന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ്, അതിന്റെ ഉപയോഗം സോപ്പ്, പേപ്പർ, റയോൺ എന്നിവ ഉണ്ടാക്കാനാണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. പിന്നെ അലൂമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും മരുന്നുകളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പട്ടിക വിശകലനം ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബേസ് ഏതാണ്? നമ്മൾ പറഞ്ഞു സോഡിയം ഹൈഡ്രോക്സൈഡ്. അതുപോലെ സോഫ്റ്റ് സോപ്പ് ആണെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ഉപയോഗിക്കുന്നുണ്ട്. ഇനി മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ബേസുകൾ ഏതെല്ലാമാണ്? അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് തുടങ്ങിയവയാണ്. ബേസുകളുടെ ഉപയോഗങ്ങളിൽ ഒന്നാണല്ലോ സോപ്പ് നിർമ്മാണം. നമുക്കും സോപ്പ് നിർമ്മിച്ചാലോ? സോപ്പ് നിർമ്മിക്കാൻ ആവശ്യമായ സാമഗ്രികൾ ഏകദേശം ഒരു 20 സോപ്പ് നിർമ്മിക്കാൻ ആവശ്യമുള്ളതാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. കാസ്റ്റിക് സോഡ 180 ഗ്രാം, വെളിച്ചെണ്ണ 1 കിലോഗ്രാം, വെള്ളം 350 മില്ലി ലിറ്റർ, സോഡിയം സിലിക്കേറ്റ് 100 ഗ്രാം, സ്റ്റോൺ പൗഡർ 100 ഗ്രാം, കളറ്, പെർഫ്യൂം. നിർമ്മാണ രീതി: ഒരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ കാസ്റ്റിക് സോഡ ലയിപ്പിക്കുക. കാസ്റ്റിക് സോഡ വെള്ളത്തിൽ ലയിക്കുമ്പോൾ വലിയ അളവിൽ താപം പുറത്തുവിടും. ലായനി തണുത്ത ശേഷം അതൊരു പരന്ന പാത്രത്തിൽ എടുത്തു വെച്ച വെളിച്ചെണ്ണയിലേക്ക് സാവധാനം ചേർത്തിളക്കുക. തുടർന്ന് സോപ്പിന്റെ ഗാഢതയും അളവും കൂട്ടാനായി സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ക്രമമായി ചേർക്കാം.
സോപ്പിന് ഭംഗി കൂട്ടാൻ കളറും സുഗന്ധത്തിനായി പെർഫ്യൂമും ചേർക്കാം. മിശ്രിതം കുറുകുന്നത് വരെ തുടരെ ഇളക്കണം. കുറുകിയ മിശ്രിതം മോൾഡിൽ ഒഴിച്ചു വെക്കുക. ഉറച്ച ശേഷം മോൾഡിൽ ഒന്ന് ഇളക്കിയെടുത്ത് 2 ആഴ്ച കഴിഞ്ഞ് ഉപയോഗിക്കാം. സ്കൂളിലെ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സോപ്പ് നിർമ്മിക്കൂ. കാസ്റ്റിക് സോഡയും സോപ്പ് മിശ്രിതവും കൈകളിൽ പുരളാതെ ശ്രദ്ധിക്കുമല്ലോ. ഇപ്പൊ നമുക്ക് സോപ്പ് നിർമ്മാണത്തിനായിട്ടൊക്കെ ഒരു കിറ്റ് തന്നെ ലഭ്യമാണ്. അപ്പൊ അതിൽ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരിക്കും. കാസ്റ്റിക് സോഡ ആയാലും സ്റ്റോൺ പൗഡർ ആയാലും എല്ലാം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് പുറത്തു നിന്ന് ചേർക്കേണ്ട കാര്യങ്ങൾ വളരെ ചുരുക്കമായിരിക്കും. അതിൽ തന്നെ നിങ്ങൾക്കുള്ള പെർഫ്യൂമും കളറും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ് നമുക്ക് സോപ്പിനായിട്ട് കിട്ടുന്നത്. അത് വാങ്ങിയിട്ട് ചെയ്തു നോക്കിയാലും മതി. രക്ഷിതാക്കളുടെ മേൽനോട്ടത്തിൽ വീട്ടിലും നിങ്ങൾക്ക് സോപ്പ് നിർമ്മിച്ച് ഉപയോഗിക്കാമല്ലോ. മോൾഡിന് പകരം PVC പൈപ്പ് കഷ്ണങ്ങൾ ഉപയോഗിക്കാം. മഞ്ഞൾ ഒരു പ്രകൃതിദത്ത സൂചകം. ആസിഡുകളെ തിരിച്ചറിയാൻ നാം ചെമ്പരത്തിപ്പൂ വെച്ച കടലാസ് ഉപയോഗിച്ചുവല്ലോ. ഇത് ഒരു പ്രകൃതിദത്ത സൂചകമാണ്. ഇതുപോലെ ബേസുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു സൂചകം കണ്ടെത്തിയാലോ. താഴെ പറഞ്ഞ വസ്തുക്കളിൽ സോപ്പ് ലായനിയോ അപ്പക്കാര ലായനിയോ ഒഴിച്ചു നോക്കൂ. മഞ്ഞൾ ഉരച്ച കടലാസ് അല്ലെങ്കിൽ മഞ്ഞൾ കലക്കിയ വെള്ളം, ഇതില് സോപ്പ് ലായനിയോ അപ്പക്കാര ലായനിയോ ഒഴിക്കുക. ആ സമയത്ത് ആ വെള്ളം അല്ലെങ്കിൽ ആ കടലാസ് എന്താവും, ചുവപ്പ് നിറമായി മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബേസുകളുടെ സൂചകമാണ് മഞ്ഞൾ എന്ന് നമുക്ക് ഈ പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കാം. ആസിഡുകളെയും ബേസുകളെയും തിരിച്ചറിയുന്നതിന് നിറമുള്ള മറ്റ് സസ്യഭാഗങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ? ഒരു പരീക്ഷണ പ്രൊജക്ട് നടത്തിയാലോ. അതിനായിട്ട് നിങ്ങൾക്കറിയാവുന്ന നിറമുള്ള സസ്യഭാഗങ്ങൾ ഏതെല്ലാമാണ്? നിങ്ങൾക്ക് ഏതൊക്കെ എടുക്കാം? ചുവന്ന ചീര, നീല ശംഖുപുഷ്പം, ചുവന്ന ക്യാബേജ്, ബീട്രൂട്ട്, പതിമുഖം, മഞ്ഞള്, മുന്തിരിനീര്, ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ഇവയോരോന്നും ഉരച്ച പേപ്പർ, ഇവയുടെ ജ്യൂസ്, ഇവ വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കുമ്പോൾ കിട്ടുന്ന നിറമുള്ള ദ്രാവകങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് തയ്യാറാക്കുക. വീട്ടിൽ ലഭ്യമായ ആസിഡുകളിൽ ഇവ പരിശോധിക്കൂ. വീട്ടിൽ ലഭ്യമായ ബേസുകളിലും പരീക്ഷണം ആവർത്തിക്കൂ. നിരീക്ഷണങ്ങൾ പട്ടികപ്പെടുത്തൂ. ഇപ്പൊ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തൊക്കെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ പട്ടിക പൂരിപ്പിച്ചാൽ മതി. ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് ഇവിടെ തരുന്നുണ്ട്. നമുക്കിവിടെ സസ്യഭാഗം സ്വാഭാവിക നിറം എന്താണ്, ആ സസ്യത്തിന്റെ സ്വാഭാവിക നിറം എന്താണ്, അത് ആസിഡിൽ മുക്കുമ്പോഴുള്ള നിറം എന്താണ്, ബേസിൽ മുക്കുമ്പോഴുള്ള നിറം എന്താണ്, അങ്ങനെയാണ് ഒരു പട്ടിക തന്നിരിക്കുന്നത്. ആദ്യത്തെ സസ്യഭാഗം നീല ശംഖുപുഷ്പമാണ്. അതിന്റെ സ്വാഭാവിക നിറം നീലയാണ്. ആസിഡിൽ മുക്കുന്ന സമയത്ത് അതിന്റെ നിറം പിങ്ക് ആവും, ബേസിൽ ഇളം പച്ചയാവും. ഇനി ചുവന്ന ക്യാബേജ്, അതിന്റെ സ്വാഭാവിക നിറം പർപ്പിൾ ആണ് അല്ലെങ്കിൽ ചുവപ്പാണ്. പിന്നെ അത് ആസിഡിലെ നിറം എന്ന് പറയുന്നത് ചുവപ്പ് കലർന്ന പിങ്ക് ആണ്, ബേസിലെ നിറം നീല കലർന്ന പച്ച. പിന്നെ സസ്യഭാഗം അടുത്തത് ബീട്രൂട്ട് എടുത്തു. ബീട്രൂട്ടിന്റെ സ്വാഭാവിക നിറം ഒരു ഇരുണ്ട പിങ്ക് ആണ്, ഡാർക്ക് പിങ്ക്. അത് ആസിഡിലെ നിറം വയലറ്റ് ആവും, ബേസിലെ നിറം പച്ച കലർന്ന മഞ്ഞയാവും. അടുത്തത് മഞ്ഞള്. മഞ്ഞളിന്റെ സ്വാഭാവിക നിറം മഞ്ഞയാണ്, ആസിഡിലെ നിറം മഞ്ഞ തന്നെയായിരിക്കും, ബേസിലെ നിറം ചുവപ്പായിരിക്കും. പിന്നെ അടുത്തത് മുന്തിരിനീര്. മുന്തിരിനീരിന്റെ സ്വാഭാവിക നിറം പർപ്പിളാണ്, ആസിഡിലെ മുക്കുന്ന സമയത്ത് അതിന്റെ നിറം ചുവപ്പാവും, ബേസിലെ നിറം പച്ച കലർന്ന മഞ്ഞയാവും. പിന്നെ പതിമുഖം, അതിന്റെ സ്വാഭാവിക നിറം പിങ്ക് ആണ്, ആസിഡിലെ നിറം മഞ്ഞയും, ബേസിലെ നിറം പിങ്കുമാണ്. പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ നിരീക്ഷണ ഫലങ്ങൾ അപഗ്രഥിച്ച് നിഗമനങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. നിങ്ങൾ ചെയ്ത പ്രോജക്റ്റിന്റെ ഒരു ലഘു റിപ്പോർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുകയും വേണം. അടുത്തതിന് നമുക്ക് വിലയിരുത്താൻ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, ആസിഡിന്റെ സൂചകമായി ഉപയോഗിക്കാവുന്നത് താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? മഞ്ഞള്, പതിമുഖം, ചുവന്ന ലിറ്റ്മസ് പേപ്പർ, ഫിനോഫ്താലിൻ. ഉത്തരം പതിമുഖമാണ്. ബാക്കിയുള്ളതെല്ലാം ബേസ് സൂചകങ്ങളാണ്. ചോദ്യം 2, ഓട്ടോമൊബൈൽ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഫോമിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് ആണ്. ചോദ്യം 3, മേശപ്പുറത്ത് 3 ബീക്കറുകളിൽ ഇരിക്കുന്ന ദ്രാവകങ്ങളിൽ ആദ്യത്തേത് ജലവും രണ്ടാമത്തേത് ആസിഡും മൂന്നാമത്തേത് ബേസുമാണ്. ഇവ ഏതെന്ന് തൊട്ട് നോക്കിയോ രുചിച്ചു നോക്കിയോ മണത്തു നോക്കിയോ തിരിച്ചറിയുന്നത് ശരിയാണോ? എന്തുകൊണ്ട്? ഇവയോരോന്നും തിരിച്ചറിയാനുള്ള മാർഗം നിർദ്ദേശിക്കൂ. ശരിയല്ല. കാരണം രാസവസ്തുക്കൾ തൊടുന്നതും രുചിക്കുന്നതും മണക്കുന്നതും അപകടകരമാണ്. ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ആസിഡുകളും ബേസുകളും തിരിച്ചറിയാം. ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റുന്നു, ബേസുകൾ ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കി മാറ്റുന്നു. 2 തരം ലിറ്റ്മസിന്റെയും നിറം മാറുന്നില്ലെങ്കിൽ ദ്രാവകം വെള്ളയായിരിക്കും. ചോദ്യം 4, ലബോറട്ടറികളിൽ ആസിഡുകൾ സൂക്ഷിക്കുന്ന കുപ്പികൾക്ക് ലോഹ അടപ്പുകൾ ഉപയോഗിക്കാറില്ല. ഇതിന്റെ കാരണം വിശദീകരിക്കുക. ഇങ്ങനെ ചെയ്താൽ ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിച്ച് അവയുടെ നാശനത്തിന് അത് കാരണമാകും. അതുകൊണ്ട് ആസിഡുകൾ അടങ്ങിയ ഗ്ലാസ് കുപ്പികൾക്ക് ലോഹ അടപ്പുകൾ ഉപയോഗിക്കാറില്ല. ചോദ്യം 5, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ആസിഡുകൾക്ക് യോജിക്കുന്നവയും ബേസുകൾക്ക് യോജിക്കുന്നവയും തരംതിരിച്ച് പട്ടികപ്പെടുത്തൂ. എ, പുളിരുചിയുണ്ട്. ബി, ഫിനോഫ്താലിൻ ചേർത്താൽ പിങ്ക് നിറമാകും. സി, വഴുവഴുപ്പുണ്ട്. ഡി, മീഥൈൽ ഓറഞ്ച് ചേർത്താൽ ഇളം പിങ്ക് നിറം ലഭിക്കും. ഇ, പതിമുഖ വെള്ളത്തിന്റെ നിറം മഞ്ഞയാക്കും. എഫ്, ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കും. ജി, ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കും. എച്ച്, കാരരുചിയുണ്ട്.
ആദ്യം നമുക്ക് ആസിഡുകൾക്ക് യോജിക്കുന്നവ നോക്കാം. പുളിരുചിയുണ്ട്. മീഥൈൽ ഓറഞ്ച് ചേർത്താൽ ഇളം പിങ്ക് നിറം ലഭിക്കും. പതിമുഖ വെള്ളത്തിന്റെ നിറം മഞ്ഞയാക്കും. ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കും. ഇനി ബേസുകൾക്ക് യോജിക്കുന്നവ ഏതൊക്കെയാണ്? ഫിനോഫ്തലിൻ ചേർത്താൽ പിങ്ക് നിറമാകും. വഴുവഴുപ്പുണ്ട്. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കും. കാരരുചിയുണ്ട്. ചോദ്യം 6. ആസിഡ്, ബേസ് എന്നിവയെ തിരിച്ചറിയാനുള്ള വിവിധ സൂചകങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. സൂചകങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പട്ടിക പൂർത്തിയാക്കൂ. നമുക്കിവിടെ ആസിഡിന്റെ സൂചകങ്ങൾ, അതിൽ പ്രകൃതിദത്തവും ലാബിൽ ഉപയോഗിക്കുന്നതും, പിന്നെ ബേസിന്റെ സൂചകങ്ങൾ, അതിലും പ്രകൃതിദത്തവും ലാബിൽ ഉപയോഗിക്കുന്നതും, അത് ഏതൊക്കെയാണെന്നാണ് ഞാൻ എഴുതേണ്ടത്. ചിലതൊക്കെ നമുക്ക് അവിടെ തന്നെ തന്നിട്ടുണ്ട്, ബാക്കിയുള്ളത് പൂരിപ്പിച്ചു കൊടുക്കാം. ആദ്യം പ്രകൃതിദത്തമായ ആസിഡിന്റെ സൂചകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ചുവന്ന ചെമ്പരത്തിപ്പൂവ്, ഉരച്ച കടലാസ്, പതിമുഖം, ബീട്രൂട്ട് തുടങ്ങിയവ. പിന്നെ ലാബിൽ ഉപയോഗിക്കുന്ന ആസിഡിന്റെ സൂചകങ്ങളാണ് ഈഥൈൽ ഓറഞ്ച്, നീല ലിറ്റ്മസ് പേപ്പർ. ഇനി ബേസിന്റെ സൂചകങ്ങൾ പ്രകൃതിദത്തമായത് മഞ്ഞള്, ചുവന്ന കാബേജ്, നീല ശംഖുപുഷ്പം തുടങ്ങിയവയാണ്. ലാബിൽ ഉപയോഗിക്കുന്നത് ഫിനോഫ്താലിൻ, മീഥൈൽ ഓറഞ്ച്, ചുവന്ന ലിറ്റ്മസ് പേപ്പർ തുടങ്ങിയവയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ പാഠഭാഗത്തിൽ നോക്കാനായിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള പാഠമാണ്. പഠിച്ച പാഠഭാഗം എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 7ാം ക്ലാസ്സിലെ കൂടുതൽ വിഷയങ്ങളുടെ പാഠങ്ങൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.